അല്ല, നമ്മളിപ്പോൾ എന്തായാലും മത്സരിക്കുമ്പോഴേ എതിർ സ്ഥാനാർത്ഥി ഉണ്ടാവുന്ന പ്രതീക്ഷ കൊണ്ടല്ലേ മത്സരിക്കുക. ഇതുവരെ പ്രഖ്യാപിക്കാൻ അവർക്ക് പല ശ്രമങ്ങളൊക്കെ നടത്തിയിട്ട് അവസാന പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. എതിർ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലല്ലേ മത്സരം ഉണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ടും നമ്മൾ മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർ സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് നമ്മൾ മത്സരിക്കുന്നത്. അതിനപ്പുറത്തൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആരും മോശക്കാരല്ല. എല്ലാവരും മത്സരിച്ചവരൊക്കെ കേരളത്തിന്റെ ചരിത്രത്തിൽ മത്സരിച്ചവരൊക്കെ ശക്തന്മാർ തന്നെയാണ് അല്ലേ? അല്ല, അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പറയാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മത്സരത്തിന് ഇറങ്ങിയത്. ആര് സ്ഥാനാർത്ഥിയായാലും വലിയ ഭൂരിപക്ഷത്തിന് 2 ടേമായിട്ട് നഷ്ടപ്പെട്ട നിലമ്പൂർ വലിയ ഭൂരിപക്ഷത്തിന് തിരിച്ചുപിടിക്കും. ഈ തിരിച്ചുപിടിക്കുന്നതിന്റെ ഭൂരിപക്ഷം കണ്ടാൽ തന്നെ നിങ്ങൾ ഉറപ്പിക്കും ഐക്യ ജനാധിപത്യ മുന്നണി 1 വർഷം കഴിഞ്ഞാൽ കേരളവും തിരിച്ചുപിടിക്കും. സ്വരാജ് സ്ഥാനാർത്ഥിയോട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. ഞാൻ പറഞ്ഞല്ലോ, ആര് സ്ഥാനാർത്ഥിയായാലും, ഞാനൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞാൻ പേരെടുത്ത് പറഞ്ഞത് ശരിയല്ല. ആര് സ്ഥാനാർത്ഥിയായാലും വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ നിന്ന് UDF തിരിച്ചുപിടിക്കും. സ്വരാജ് എൻ്റെ നല്ല ഫ്രണ്ടാണ്, വളരെ അടുത്ത ഫ്രണ്ടാണ്. ഞങ്ങൾ എപ്പോഴും കാണുന്നതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും കണ്ടിരുന്നു, എപ്പോഴും കാണുന്നതാണ്. ആ സൗഹൃദങ്ങളൊന്നും ഇപ്പോൾ ഒരു മത്സരത്തിന് പ്രശ്നമില്ല. അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാനല്ല സംസാരിക്കേണ്ടത്, എൻ്റെ നേതൃത്വമാണ് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതെന്റെ നേതൃത്വം, UDFന്റെ നേതൃത്വം, കോൺഗ്രസിന്റെ നേതൃത്വം സംസാരിക്കും. ഞാൻ പറഞ്ഞ അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടത്, അത് സംസാരിക്കുന്നത്, അതിൽ ഇടപെടുന്നത് എൻ്റെ നേതൃത്വമാണ്. അവർ യുക്തവും വ്യക്തവുമായ ഒരു തീരുമാനം പറയും. UDFനൊപ്പം നിൽക്കുന്നത് നല്ലതായിട്ട് കരുതുന്നുണ്ട് അൻവറിന്റെ? ഞാനിതൊക്കെ എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്. ഞാൻ ഇനിയിപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പല വിളിച്ചോ? അതിനുശേഷം വിളിക്കുമല്ലോ. പറഞ്ഞു എനിക്ക് തന്നെ മടുത്തുപോയി. അതുകൊണ്ട് വിളിക്കുമല്ലോ ചെയ്തിരുന്നു.